യാ യാ ഇരുപത്തിനാല് ലോറിയുടെ താക്കോൽ. അല്ല, ബൈക്കിന്റെ കീ. അതിന് അതിനൊന്നോ? അപ്പൊ നിനക്ക് ബൈക്ക് വേണ്ടേ? ചേട്ടൻ എന്തിനെ പറ്റി പറയുന്നേ? ഒന്ന് ശല്യപ്പെടുത്താതെ പോവോ? ആ ഉണ്ടെങ്കിൽ വേണ്ട. ശരി. അയ്യോ ബൈക്ക് അയച്ചേട്ടാ, വേണം വേണം. ബൈക്കിന്റെ കീ. ബെറ്റ് ചെയ്യാൻ തോറ്റു. എന്നേക്ക് 10 ദിവസം ഉണ്ടായിരുന്നു. ഇനി ഈ കീ നിനക്ക് സ്വന്തം. ഇനി നിന്റെ ബൈക്കിന്റെ കീ ഇങ്ങ് എടുക്ക്. വേഗം. ആ അയ്യോ, കീ സൂക്ഷിക്കണം. ഡി പെട്ടെന്ന് വീട്ടിലോട്ട് വാ, അർജന്റാണ്. എന്താടാ, എന്താ കാര്യം പറയ്. അതൊക്കെ പറയാ, നീ വാ. എങ്ങനെ പറഞ്ഞിട്ടോ? നീ എന്നെ എടുക്കാൻ വാ. ഓ നീ എന്താ കുണുവാമയുള്ള എടുത്തോണ്ട് വരാൻ? ഒന്ന് വാടി. അതല്ല, എന്നെ പിക്ക് ചെയ്യാൻ വാന്ന്. എടി നല്ല കുട്ടിയല്ലേ, ഒരു ഓട്ടോ എടുത്തിട്ട് പാടി പ്ലീസ്. നീ കാര്യം എന്താണെന്ന് പറയേ. അല്ലാതെ ഇപ്പൊ കഷ്ടപ്പെട്ട് ഓട്ടോ എടുത്ത് വരാനൊന്നും പറ്റില്ല. അങ്ങനെ വെറുതെ കളയാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നീ എന്താന്ന് പറഞ്ഞേ? എടി ഏട്ടൻ ബൈക്ക് തന്നു, ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ എന്ന് ബെറ്റ് വെച്ച് പോയിന്ന്. അതിലവത്ത പറ്റു. എന്നിട്ട് ആക്കി എനിക്ക് തന്നിട്ട് അവൻ എൻ്റെ ബൈക്ക് എടുത്തോണ്ട് പോയി. നീ പെട്ടെന്ന് പോയി, സന്തോഷം നമുക്ക് ആഘോഷിക്കണം. ആ അതിനെന്താ ആഘോഷിക്കാം. ആ എന്നാ വാ. നിക്ക്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇനി എന്താടി? അവൻ ബൈക്കിന്റെ കീ നിന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോയത്? അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ പറഞ്ഞ പ്രസ്ഥാനം അവിടെ മുറ്റത്ത് ഉണ്ടാവില്ലേ? ഏത് പ്രസ്ഥാനം? നീ എന്തിനെ പറ്റി പറയണേ? എടാ ബൈക്ക് അതവിടെ മുറ്റത്ത് ഉണ്ടാവില്ലേന്ന്. ആ ബൈക്ക് പിന്നെ മുറ്റത്തല്ലാണ്ട് പിന്നെ ആകാശത്താണ് ഉണ്ടാവുക. അതല്ലടാ പൊട്ടാ, ബൈക്ക് അവിടെ ഉണ്ടെങ്കിൽ നിനക്ക് അത് എടുത്ത് ഇങ്ങോട്ട് വന്നാ പോരേന്ന്. അയ്യോ അത് ശരിയല്ലേ, ഞാനത് മണ്ടനാ. ആ എന്നാ എന്റെ മോൻ അങ്ങനെ ചെയ്താട്ടെ. ഓക്കേ എടി സോറി കേട്ടോ. ആ ചെല്ല് ചെല്ല്. ചെല്ല്, വരല്ലേ വേണ്ടത്? ആ അത് തന്നെ, വാ. ഓക്കെ. പൂവ 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 പൂവ. ഞാനിങ്ങനെ കുട്ടികളെ പോലെ കരയല്ലേ? പിന്നെ ഞാനെങ്ങനെ പൊട്ടന്മാരെ പോലെ ചിരിക്ക? അതിന്റെ ആവശ്യമില്ല, ഓൾറെഡി പൊട്ടനാണ്. എന്തേ നീ എന്താ പറഞ്ഞേ? ഒന്നുമില്ലേ, നീ ഒന്ന് സമാധാനപ്പെട്, കൂളാവ്, നമുക്ക് വഴി കാണാം. എന്ത് വഴി? എന്റെ വണ്ടി പോയി ചെയ്ത് അവന്റെ കിണ്ടിട്ട് കിട്ടിയതുമില്ല. കിണ്ടിയോ? ആ കിണ്ടിയേ, നിന്റെ അപ്പാപ്പന്റെ വീട്ടിൽ ഓട്ട് കിണ്ടി. എന്റെ വണ്ടി പോവുകയും ചെയ്തു, അവന്റെ വണ്ടി കിട്ടിയൂലെന്ന്. ഓ അത് ഡാ, നീ ശരിക്കും എല്ലായിടത്തും തെരഞ്ഞു നോക്കിയോ? ഓ പിന്നെ മുട്ട സൂചിയാണല്ലോ പോയിക്കണം എല്ലായിടത്തൊക്കെ ഒന്ന് തപ്പാൻ. അതല്ല, അവിടെ റോട്ടിലും പരിസരത്തൊക്കെ നോക്കിയോന്ന്. ആടി ഞാൻ നോക്കി, മുറ്റത്തുമില്ല, പറമ്പിലുമില്ല, തോട്ടിലുമില്ല, ഒരു കാട്ടിലുമില്ല. എന്റെ വണ്ടിയും പോയി. എടുന്നെന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടി. എടാ ഞാനെന്ത് പറയാനാടാ? അല്ല നീ ചേട്ടനെ വിളിച്ചു നോക്കിയായിരുന്നോ? അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചതാണ്. അപ്പൊ എന്ത് പറഞ്ഞു? ആ ഞാൻ കവലയിലുണ്ട്, ഇവിടെ ഒരു കടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്, നീ ഒന്ന് എടുത്തോണ്ട് പോക്കോന്ന് പറഞ്ഞു. ആ എന്നാ വാ, കവലയിലോട്ട് പോവാം, വണ്ടി എടുക്കാം. എന്റെ പൊന്നോ, ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അവന്റെ സിം തന്നെ നിലവിലില്ലെന്നാ പറയണേ. ആണോ? അപ്പൊ പുതിയ സിം എടുത്താ പോരെ? പോരാ, അത് പൊട്ടിച്ച് ആക്ടിവേഷൻ ചെയ്ത് ഒരു iPhone 13 Pro Max മേടിച്ച് അതിലിട്ട് അവനെ തേടി കണ്ടുപിടിച്ച് അത് കൊണ്ടുപോയി കൊടുക്കണം. എടി എടി എടി, നീ ജന്മനാ ഇങ്ങനെയാണോ? എങ്ങനെ? ഒന്നുമില്ല, പോയി പോയി മണ്ടത്തരത്തിനൊരു പരിധിയിലാണ്ടായി. ഇപ്പതാ ഞാനും മണ്ടനായി. ഡാ ആ പറയ്. അന്ന് ഞാനും അവനും വീട്ടിൽ വന്നില്ലേ? ആ
അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ആര് ബേബിയോ? എൻ്റെ ചേട്ടനല്ല, നിന്റെ ചേട്ടൻ. നിക്ക് പറയട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടി അവൻ്റെ ഒരു ചളി. ഞാൻ നിക്ക് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ ചളി കാണിക്കാൻ വേണ്ടി നിന്നല്ലേ? അയ്യോ, ഞാൻ എൻ്റെ ബെൽറ്റ് നേരെയൊക്കെ നിന്നാണേ. മാഡം പറയ്, ബാക്കി പറയ്. ആ, രമണൻ ചേട്ടൻ വന്ന് കോളിംഗ് ബെല്ലടിച്ച് വീട്ടിൽ കയറി. അപ്പൊ വാതിൽ തുറന്നില്ലേ? ഓ, വീണ്ടും. അല്ല, നീ ഇത്ര പെട്ടെന്ന് നോക്കിയായോ? നിന്റെ ദേഷ്യമൊക്കെ എവിടെ പോയി? എവിടെയും പോയിട്ടില്ല, കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി. എന്ത്? ബൈക്കിന്റെ കീ, ഇനി ഈ കീ നിനക്ക് സ്വന്തം. എന്താടാ? ഒന്നുമില്ല, നീ പറയ്. പറയേ. രമണൻ ചേട്ടൻ വന്ന് അനുവിനോട് കുറേ സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് കൊച്ചിക്ക് പോവാണ്, അവിടെ ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. എന്ത് ജോലി? പഠിപ്പും വരില്ലാത്തവനെ ആര് ജോലി കൊടുക്കാൻ? അല്ല, അപ്പം ചേട്ടൻ ഈ ബാംഗ്ലൂരും ചെന്നൈന്നൊക്കെ പറഞ്ഞ് പോകാറില്ലേ? അതൊക്കെ എന്തിനാ? ജോലിക്കല്ലേ? അതൊക്കെ ഓസടിക്കാൻ പോണതാണ്. ചേട്ടൻ സിനിമ പ്രാന്ത് മൂത്ത് നടക്കുക, ഒരു പണിയില്ലേ. വന്ന് ചേട്ടൻ ബുള്ളറ്റിലാണോ വന്നത്? ഒരു സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്? അതെ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡോ? എന്ത് സ്റ്റാൻഡേർഡ്? വണ്ടിയുടെ കാര്യമല്ലേ ചോദിച്ചത്? ആന്ന്, ബുള്ളറ്റ് സ്റ്റാൻഡേർഡ്. അത്യാവശ്യം വൃത്തിക്കുള്ള കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡുള്ള ഒരു വണ്ടിയായിരുന്നു. ഓ, അതല്ല, വണ്ടിയുടെ മോഡൽ സ്റ്റാൻഡേർഡ് ആയിരുന്നോ എന്നാ ചോദിച്ചത്. അതൊന്നും എനിക്കറിയില്ല. ഒരു കറുപ്പിൽ ഇങ്ങനെ എന്തൊക്കെയോ ഗോൾഡ് പോലൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായി. അത് കൃത്യം എന്നായിരുന്നു ഡേറ്റ് എന്ന് ഓർമ്മയുണ്ടോ? അത് ഞാനന്ന് വീട്ടിൽ വന്നില്ലേ, അതിനുശേഷം ഒരു 4 ദിവസം കഴിഞ്ഞു. അല്ല, നിനക്കിത് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഓർമ്മ? അത് ഞാനന്ന് പോയി ഓരോ ദിവസം എണ്ണിയിരിക്കുകയായിരുന്നു. 4 ദിവസം എടുത്തു നീ വിളിക്കാൻ. കൃത്യം 4-ാമത്തെ ദിവസം നീ വിളിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ചേട്ടനും വന്നു. ഞാൻ വിളിച്ച ഡേറ്റ് ഒന്ന് നോക്കൂ നീ ഫോണിൽ. 18. ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് 22. 22. അപ്പം ഇന്നലെ 21. ഇന്നലെ വണ്ടി വീട്ടിലുണ്ടായിരുന്നു അമ്മ പറഞ്ഞു. രാവിലെ വണ്ടിയില്ല, കീ മാത്രം ചേട്ടൻ തന്നു. ഫോണാണെങ്കിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫല്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും കട്ടുകൊണ്ട് പോയെന്നെങ്കിലും വിചാരിക്കാം. ഓഫായതുകൊണ്ട് ചേട്ടനെ സംശയിക്കണം. കീ മാത്രം തന്ന് ചേട്ടൻ എന്നെ പറ്റിച്ചതാണോ? ഏയ്, ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യോ? ചേട്ടൻ നിനക്ക് അറിയാഞ്ഞിട്ടാണ്, ഭൂലോക ഉടായിപ്പാണ്. അപ്പം നീ ഉറപ്പിച്ചോ? ചേട്ടനൊരു കീ മാത്രം തന്ന് നിന്റെ വണ്ടി അടിച്ചോണ്ട് പോയി. എടി 10,000 രൂപ പോലും കിട്ടില്ല അതിന്. അതെന്തിനാ ചേട്ടന്? നീ എന്നല്ലേ പറഞ്ഞ ചേട്ടന് പണിയും തൊഴിലൊന്നും ഇല്ലാന്ന്. അങ്ങനെയുള്ള ഒരാൾക്ക് 10,000 കിട്ടിയാൽ എന്താ പുളിക്കോ? അല്ല, ഈ ഒന്നുമില്ലാത്ത ചേട്ടൻ അവിടെ നിന്ന് ബുള്ളറ്റ്? അതൊന്നും എനിക്കറിയില്ല, എന്തോ നിഗൂഢമാണ്. ചേട്ടൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, നമ്മളറിയാത്ത എന്തോ സ്റ്റേറ്റ് അല്ല ചേട്ടൻ്റെ ലൈഫിലുണ്ട്. എന്തായാലും വണ്ടി പോയി. ഇനി നമ്മളിങ്ങനെ ഓട്ടോക്ക് 50-100 കൊടുത്ത് നടക്കേണ്ടി വരും. പോയത് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി അങ്ങനെ എവിടെയും പോയില്ല. കൊച്ചി. എൻ്റെ വണ്ടി തിരിച്ചു പിടിച്ചിട്ട് എനിക്ക് വിശ്രമമുള്ളൂ. അപ്പൊ നമ്മളെ പ്രേമം മണ്ണാൻ കട്ട. അപ്പൊ ലോകത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും അല്ല. അമ്മയും ദൈവം എന്നല്ല, ഞാനാണ് വലുതെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ ബൈക്ക് എനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നാണ്. കുറി പിടിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അമ്മയുടെ ഓർമ്മയായിട്ട് ഇത് മാത്രമുള്ളൂ എൻ്റെ കയ്യിൽ. എടാ, നിനക്ക് പ്രാന്താണോ? കുറെ കാലം ഇല്ലാത്തൊരു അമ്മയുടെ പേര് പറഞ്ഞ് നടക്കണു. അവർ നിന്നെയും ചേട്ടനൊക്കെ ഒഴിവാക്കി പോയതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇടയ്ക്ക് ഈ അമ്മ പാസ് എടുത്ത് കിട്ടണത്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ അമ്മേനോട്. ചുമര് നോക്കിയല്ലേ? എങ്ങനെയാണേലും ഇത്രയും കാലം നീ പിന്നാലെ നടന്നപ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇപ്പം ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോൾ അവൻ ദൃശ്യം കളിക്കുക. എൻ്റെ വിധി അല്ലാണ്ട് എന്തു പറയും? എടി, ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ, വണ്ടി, കൂടെ നിക്കടി. പറ്റില്ല. അതെന്താ? നീ കൊച്ചിക്ക് പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്.
എനിക്ക് പറ്റില്ലടാ. എനിക്ക് നിന്നെ ആദ്യം തൊട്ടേ ഇഷ്ടമായിരുന്നു. ഞാനത് പറയാതിരുന്നത് നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നോണ്ടാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എപ്പോഴും അടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് പോവും. ഇതപ്പോൾ സംഭവിച്ച പോലെ. ഡാ പ്ലീസ് ഇങ്ങനൊന്നും ആവല്ലേ. നിൻ്റെ അനാവശ്യ ദേഷ്യമൊക്കെ പ്രശ്നമാണ്. അതൊക്കെ മാറ്റ്. എനിക്ക് നിൻ്റെ കൂടെ എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കണം. വണ്ടി നമുക്ക് വേറെ മേടിക്കാം പ്ലീസ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആവല്ലേ. ചേ, ഇഷ്ടമെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എടി നീ ഇങ്ങനെ സെൽഫിഷ് ആവില്ല കേട്ടോ. സെൽഫിഷ് ആയതല്ലടാ, എനിക്ക് നീ ജീവനാണ്. നീ ഇല്ലെങ്കിൽ ഈ കരയല്ലേ, സാരല്ലേ. വണ്ടി പൊക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് വേറെ മേടിക്കാം. ഡാ എന്നിട്ട് എന്താ പ്ലാൻ? എന്താ ചെയ്യണേ? അറിയില്ല. മീനാക്ഷി, അവളെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. വണ്ടി, അതിൻ്റെ അമ്മയുടെ ഓർമ്മയും. ഡാ കരയല്ലേ, വഴി ഉണ്ടാക്കുക. അല്ലടാ, ഒന്ന് കൊച്ചിക്ക് പോയിരുന്നതിനെന്താ എത്ര പ്രശ്നം? അതൊന്നല്ലടാ, ഇതിനൊക്കെ പിറകെ നടക്കുന്നതാണ് അവൾക്ക് പ്രശ്നം. ഇതൊന്നും വേണ്ട, നമ്മുടെ കാര്യം മാത്രം നോക്കി നിന്നാവേ എന്നാണ് അവൾ പറയണത്. അല്ല, അവളെ വേദനിപ്പിക്കുകയും ചെയ്യരുത്. എനിക്ക് ബൈക്കും വേണം. ഒരു വഴിയുണ്ട്.